ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മക്കളെ, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നോ? കഴിഞ്ഞ ഞായറാഴ്ച എല്ലാവരും കുർബാനയിൽ പങ്കുകൊണ്ടോ? ഓക്കെ. പിന്നെ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, നമ്മുടെ സന്ധ്യപ്രാർത്ഥനയെ പറ്റി. എല്ലാവരും സന്ധ്യപ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലിയോ? ചൊല്ലിയവരൊന്ന് കൈപൊക്കിക്കേ. എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ. 11 പേരുണ്ട്. ശരി, അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ ഞാൻ ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങളെല്ലാവരും പ്രാർത്ഥന ചൊല്ലിയവരായിരിക്കണം. ഓക്കെ, നമുക്കൊന്ന് എണീറ്റ് നിന്നിട്ട് കണ്ണുകളടച്ച് കൈ കൂട്ടിപ്പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഈ മക്കളെ എല്ലാവരെയും അങ്ങേപ്പക്കൽ ഞാൻ സമർപ്പിക്കുന്നു. നന്മതിന്മകളെ തിരിച്ചറിഞ്ഞ് ഈ മക്കൾ നല്ലവരായി ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? എന്തൊക്കെയാണ് പഠിച്ചത്? ആരോൺ പറയുമോ? എന്തൊക്കെയാണ് പഠിച്ചത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ? സഭയും സന്യസ്ത ജീവിതവും. സഭയെപ്പറ്റി നമ്മൾ എന്തൊക്കെ പഠിച്ചു? സഭ എങ്ങനെയുണ്ടായി? സഭയുടെ തുടക്കം എങ്ങനെയാണ്? സഭാ തലവൻ ആരാണ്? സഭാതലവൻ ഫ്രാൻസിസ് പാപ്പ തൊട്ട് നമ്മുടെ വൈദികർ വരെയുള്ള ആ പരമ്പരയുടെ അജപാലന കർമ്മങ്ങൾ രീതികൾ നമ്മൾ പഠിച്ചു. പിന്നെ സന്യസ്ത ജീവിതവും പഠിച്ചു. സന്യസ്തര് എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സന്യസ്ത ജീവിതത്തിന്റെ പിള്ളത്തൊട്ടിൽ എന്ന് പറയുന്ന സ്ഥലം ഏതാണ്? പറഞ്ഞേ, ആരോൺ പറഞ്ഞേ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ? പറഞ്ഞു. യെസ്, ശരിയാണ്, ഈജിപ്ത്. ആരാണ് സന്യാസ ജീവിതത്തിന്റെ ആരംഭകൻ? ആരാണ് ഏകാന്ത സന്യാസ ജീവിതത്തിന്റെ ആരംഭകൻ? ആരാണ്? യെസ്, മീര പറയൂ. അതെ, ശരിയാണ്, അതും ഈജിപ്തിലെ വിശുദ്ധ അന്തോണീസാണ്. പിന്നെ എങ്ങനെയായിരുന്നു സമൂഹ ജീവിതത്തിന്റെ തുടക്കം? എങ്ങനെയായിരുന്നു സന്യസ്ത ജീവിതത്തിന്റെ? അതെ, 8ാം നൂറ്റാണ്ട് മുതൽ 12ാം നൂറ്റാണ്ട് വരെ സന്യസ്ത സഭാ സമൂഹം മുഴുവനും ബെനഡിക്റ്റൻ സന്യാസ സമൂഹത്തിന്റെ കീഴിലായിരുന്നു. 13ാം നൂറ്റാണ്ടിലായപ്പോഴേക്കും ഈ സന്യസ്തർ സ്വയരക്ഷയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചിരുന്നവർ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. 16ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും കപ്പുച്ചൻ സഭ, ഈശോ സഭ ഇവയ്ക്ക് ആരംഭം കുറിച്ചു. പിന്നെ 17ാം നൂറ്റാണ്ടായപ്പോഴേക്ക് എന്തായി സംഭവം? സഭയിൽ അനേക സന്യാസ സമൂഹങ്ങൾ ഒക്കെ തുടക്കം കുറിച്ചു. 1947 12ാം പിയൂസ് പാപ്പ ലോകത്തിലായിരുന്നു കൊണ്ട് ലോകത്തെ നവീകരിക്കുന്നതിന് വേണ്ടി ഒരു പുതിയ സമൂഹം രൂപീകരിച്ചു. അതാണ് സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ എന്തൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്? സന്യാസ വ്രതങ്ങളെ പറ്റി. എന്തൊക്കെയാണ് സന്യാസ വ്രതങ്ങൾ? പറയുമോ? ആൽവിൻ പറയുമോ? സന്യാസ വ്രതങ്ങൾ ഏതൊക്കെയാണ്? യെസ്, പറഞ്ഞോളൂ. അനുസരണം, ദാരിദ്ര്യം, ബ്രഹ്മചര്യം എന്നീ 3 സുഹൃത പുണ്യങ്ങളാണ് സന്യസ്തർ അവര് സ്വമേധയാ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നത്. ഈ അനുസരണം, ദാരിദ്ര്യം, ബ്രഹ്മചര്യം എന്നിവ വഴി ദൈവത്തിന് സമ്പൂർണ്ണ സമർപ്പണം ചെയ്തവരാണ് സന്യസ്തർ. ദൈവസ്നേഹത്തിലൂടെ ദൈവത്തിന് സ്വയം സമർപ്പിച്ച് പ്രാർത്ഥനയിലൂടെ, സഹനത്തിലൂടെയും ശുശ്രൂഷയിലൂടെയും ക്രിസ്തുവിനെ ലോകത്തിന് നൽകുന്നവരാണ് സന്യസ്തർ. സുശേഷ പുണ്യങ്ങളായ അനുസരണം, ദാരിദ്ര്യം, ബ്രഹ്മചര്യം ഇവയാണ് സന്യാസവ്രതങ്ങൾ എന്ന് പറയുന്നത്. ഇവയിൽ നമുക്ക് അനുസരണം എന്താണെന്ന് നോക്കാം. തന്നെ കുരിശുമരണത്തോളം താഴ്ത്തി പിതാവിനോട് അനുസരണം പ്രകടിപ്പിച്ച ക്രിസ്തുവിനെ അനുകരിക്കാൻ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയിലെ ക്രൈസ്തവരോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഫിലിപ്പിയർ 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ അത് പറയുന്നുണ്ട്. സ്വന്തം താല്പര്യങ്ങളെ മറന്ന്
പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയവനാണ് ക്രിസ്തു. അതുപോലെ തന്നെ സ്വന്തം ആഗ്രഹങ്ങളെ ത്യജിച്ച് ക്രിസ്തുവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് സന്യാസത്തിലെ അനുസരണം. ക്രിസ്തുവിൻ്റെ അനുസരണം ലോകത്തിൻ്റെ രക്ഷയ്ക്ക് കാരണമായി. ഈ സന്യാസത്തിൻ്റെ അനുസരണത്തിൻ്റെ ലക്ഷ്യവും അത് തന്നെയാണ്. ശുശ്രൂഷിക്കപ്പെടാനല്ലാതെ ശുശ്രൂഷിക്കാൻ ദാസനായി അവതരിച്ച ക്രിസ്തുവിനെ അടുത്തനുകരിക്കുക എന്നതാണ് ഒരു സന്യാസിയുടെ ധർമ്മം. അബ്രഹാത്തിൻ്റെയും ദൈവമാതാവിൻ്റെയും വിശ്വാസവും സമർപ്പണവുമാണ് അനുസരണത്തിൻ്റെ മറ്റു മാതൃകകൾ. എന്താണ് അബ്രഹാമിൻ്റെ അനുസരണം എന്ന് നമുക്കൊന്ന് നോക്കാം. വൃദ്ധനായ അബ്രഹാമിനും സാറായിക്കും മക്കളുണ്ടായിരുന്നില്ല. ഒരു ദിവസം ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പറയുന്നു, നിനക്ക് അടുത്ത വർഷം ഒരു മകൻ ജനിക്കും. അത് അവർ വൃദ്ധരായിരുന്നത് കൊണ്ട് അവരത്ര കാര്യമാക്കി എടുത്തില്ല. പക്ഷേ അവർ ദൈവദൂതൻ പറഞ്ഞതുപോലെ തന്നെ അടുത്ത വർഷം ഒരു മകൻ ജനിച്ചു. മകന് അവർ ഇസഹാക്ക് എന്ന് പേരിട്ട് ദൈവപരിപാലനയിലും സ്നേഹത്തിലും അവനെ നല്ലവനാക്കി വളർത്തി. 12 വയസ്സായപ്പോൾ അബ്രഹാമിനോട് ദൈവത്തിൻ്റെ ദൂതൻ തന്നെ അരുളപ്പാടുണ്ടായി, നീ അവനെ നിന്റെ മകനെ ബലി കൊടുക്കണമെന്ന്. അവരതീവ സങ്കടത്തിലായി. അബ്രഹാം ആരോടും തന്നെ പറയാതെ, സാറയോടും മകനോടും പറയാതെ തന്നെ അതനുസരിച്ച് ബലിക്കുള്ള സാധനങ്ങളെല്ലാം കരുതി മകനെയും കൂട്ടി മോറിയാമലയിലേക്ക് പോകുന്നു. മോറിയാമലയിലെത്തി ബലിപീഠമൊക്കെ സജ്ജീകരിച്ച് മകനെ അതിൽ കൈകളും കാലുകളും കെട്ടി അതിൽ കിടത്തിയിട്ട് വാളോങ്ങി ബലി കൊടുക്കാൻ വേണ്ടി വാളോങ്ങിയപ്പോഴത്തേക്കും സ്വർഗത്തിൽ നിന്ന് ദൂതൻ വിളിച്ചു പറയുന്നു, അബ്രഹാമേ, നീ അവൻ്റെ മേൽ കൈവെക്കരുതെന്ന്. അബ്രഹാം, നിനക്ക് ബലിവസ്തു നിന്റെ പുറയിൽ മുള്ളിൽ കുരുങ്ങിയ ഒരു ആട്ടിൻകുട്ടി കിടപ്പുണ്ട്, അതിനെ ബലി കഴിക്കാമെന്ന് പറഞ്ഞു. അബ്രഹാം ആ ആട്ടിൻകുട്ടിയെ എടുത്ത് ബലി കഴിച്ചു. തൻ്റെ ഏകജാതനായ മകനെ ബലി കൊടുക്കാൻ പറഞ്ഞപ്പോൾ അത് സ്വമനസ്സ അനുസരിച്ച അബ്രഹാമിനെയാണ് നമ്മളിവിടെ കാണുന്നത്. അബ്രഹാത്തിന് ദൈവം എന്ത് പേര് കൊടുത്തു? വിശ്വാസികളുടെ പിതാവായ അബ്രഹാം. നമ്മൾ അനുസരണക്കേട് കാണിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മളോട് പറയല്ലേ, അനുസരണം ബലിയേക്കാൾ നല്ലതാകുന്നതെന്ന്. അതെ, ഈ സംഭവത്തിനെ അടിസ്ഥാനമാക്കിയാണ് മാതാപിതാക്കൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്നും അനുസരണത്തിൽ വളരാനായിട്ട് ശ്രമിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ്? ദാരിദ്ര്യം. ദാരിദ്ര്യം 2 തരമുണ്ട്. ഏതൊക്കെയാണെന്ന് പറയാമോ? യെസ്, ആധ്യാത്മിക ദാരിദ്ര്യം, ലൗകിക ദാരിദ്ര്യം. ഒരു സന്യാസി ദാരിദ്ര്യത്തിലൂടെ തനിക്കുള്ളതെല്ലാം ദൈവത്തിന് സമർപ്പിക്കുന്നു. അങ്ങനെ ലൗകിക വസ്തുക്കൾ അയാളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതിന് പകരം ദൈവവുമായി കൂടുതൽ അടുപ്പിക്കുന്നു. ഒരു സന്യാസി എല്ലാ വസ്തുക്കളെയും സൗകര്യങ്ങളെയും തൻ്റേതായി കരുതാതെ ദൈവം സമൂഹത്തിന് നൽകിയ ദാനമായി കണ്ട് ദൈവജനത്തിൻ്റെ നന്മയ്ക്കായി കൈകാര്യം ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് മദർ തെരേസയും ഇങ്ങനെ തന്നെ ചെയ്തു. തനിക്കുള്ള സൗകര്യങ്ങളെല്ലാം വിട്ടിട്ട് ദരിദ്രർക്കിടയിലെ ഇറങ്ങിച്ചെന്ന് ദരിദ്രയായി പ്രവർത്തിക്കുന്നു. ഒരു ദിവസം തൻ്റെ അന്തേവാസികളായ കുട്ടികൾക്ക് ഭക്ഷണം ഒന്നും കൊടുക്കാനില്ലാതെ മദർ പുറത്തേക്കിറങ്ങി ഒരു കടയിൽ ചെന്ന്, അക്രവിസ്തനായിരുന്നു ആ കടക്കാരൻ, ആ കടയിൽ ചെന്ന് അയാളുടെ മുമ്പിൽ കൈ നീട്ടി. അയാൾ ദേഷ്യപ്പെട്ട് മദറിൻ്റെ കയ്യിലേക്ക് തുപ്പുകയാണ് ചെയ്തത്. മദർ വളരെ ക്ഷമയോടുകൂടി തന്നെ സാരിത്തലപ്പ് കൊണ്ട് ആ കൈ തുടച്ചിട്ട് കൈ മടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കുള്ളത് കിട്ടി, ഇനി എൻ്റെ മക്കൾക്കുള്ളത് തരാൻ പറഞ്ഞു. ആ മനുഷ്യൻ ആകെ മാറി. ഈ മദറിൻ്റെ ക്ഷമ കൊണ്ട് ആ മനുഷ്യൻ എന്ത് ചെയ്തു? മദറിന് വേണ്ടുവോളം സാധനങ്ങൾ കൊടുത്തു, പിന്നെ പതിവായി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ മദർ ദരിദ്രരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച മദറിനെ, നമ്മുടെ മത്തായിയുടെ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച മദറാണ് മദർ തെരേസ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ്? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. അതേ മദറിന് വിശുദ്ധരുടെ പദവിയിൽ ഇരിപ്പിടം കിട്ടിയില്ലേ? അപ്പം നമ്മൾ ഓരോരുത്തരും അതനുസരിച്ച് പെരുമാറാൻ ശ്രമിക്കുക. പിന്നെ അടുത്തതെന്താണ്? ബ്രഹ്മചര്യം. ദൈവത്തെയും ദൈവജനത്തെയും ശുശ്രൂഷിക്കാനായി
സ്വമനസ്സ് തിരഞ്ഞെടുത്തതാണ് ബ്രഹ്മചര്യം. ഈ തിരഞ്ഞെടുപ്പിലൂടെ എല്ലാവരിലും ദൈവത്തെ കണ്ടെടുത്തി എല്ലാവർക്കും എല്ലാമായി തീരുന്ന സന്യാസി ആരെയും സ്വന്തമാക്കാതെ, എന്നാൽ എല്ലാവരെയും സ്വന്തമായി കരുതി അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നു. എല്ലാവർക്കും എല്ലാമായി മാറുന്നതിന് വേണ്ടി ആരെയും സ്വന്തമാക്കാതെ ഒഴുകുന്ന പുഴ പോലെയാണ് സന്യസ്തരുടെ ബ്രഹ്മചര്യ ജീവിതം. ഇനി നമുക്ക് ഒരു പ്രവർത്തനം, എന്താണ് നിങ്ങൾ പ്രവർത്തനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതെ, സന്യസ്തരുടെ സുശേഷ വ്രതങ്ങളെ പറ്റി ഒരു നോട്ട് കുറിച്ച് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. നമുക്കൊരു ചെറിയ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. സ്നേഹപിതാവായ ദൈവമേ, സന്യസ്തരുടെ സുശേഷ വ്രതങ്ങളായ അനുസരണം, ദാരിദ്ര്യം, ബ്രഹ്മചര്യം എന്നിവ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവജനത്തെ ശുശ്രൂഷിക്കുന്ന സന്യസ്തരെ അങ്ങ് ശക്തിപ്പെടുത്തണമേ. അവർക്ക് നന്മകൾ പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.